ഹലോ, കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വരും എന്ന് പറഞ്ഞ പോലെ തന്നെ അതാ കണ്ടില്ലേ, എൻ്റെ കൈ മൊത്തം പൊള്ളി ഇരിക്കുകയാണ്. തിളച്ച എണ്ണ വീണിട്ടാണ് ഒരു കൈ തിളച്ച എണ്ണ വീണിട്ട് പൊള്ളി, രണ്ടാമത്തെ കൈയാണെങ്കിൽ വീണിട്ട് ഫുൾ ചതഞ്ഞിരിക്കുന്നു. തലയിൽ ഡിക്കി, കാറിൻ്റെ ഡിക്കി വീണിട്ട് അത് വേദന, കയ്യിൽ മറ്റ് പല മുറിവുകളും വേറെയും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്താ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേദനയൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അപ്പോൾ എന്തായിരുന്നാലും കുറച്ച് പച്ചക്കറി മേടിക്കണം, കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം. പിന്നെ ഇപ്രാവശ്യം കോണൊക്കെ മേടിച്ചു കേട്ടോ, നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതേപോലെ തണ്ണിമത്തൻ മേടിക്കുമ്പോഴേ ഈ വെള്ള ഇല്ലാത്തത് വേണം കൂടുതൽ മേടിക്കാം, ഫുൾ ഡാർക്ക് പച്ചയുള്ളത് മേടിക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല മധുരമായിരിക്കും. ഇപ്പം ഞാൻ മേടിച്ച ഈ തണ്ണിമത്തൻ കുറച്ച് പഴുക്കാനുണ്ടായിരുന്നു, ഫുൾ ഡാർക്ക് പച്ചയായിട്ട് ഒരു വെള്ളം പോലും ഇല്ലാതിരുന്നത് നല്ല തണ്ണിമത്തനായിരിക്കും. അങ്ങനെ കൂർക്കയൊക്കെ മേടിക്കാൻ ഷെബി പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ കൈയും വെച്ചിട്ട് ഞാൻ എങ്ങനെ മുറിക്കാം, കുഴപ്പമില്ല മേടിക്കുക എന്ന് പറഞ്ഞ് കൂർക്കയൊക്കെ മേടിച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ച് നേരെ നമ്മൾ പോയത് മാർജിൻ ഫ്രീ പോയി ചെന്നപ്പോഴത്തേക്കും എനിക്ക് മറന്നു പോകുന്നതാണ് എന്താ മേടിക്കാനുള്ളതെന്നുള്ളൊരു മറവി. അത് ഈ വേദന എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ മറവി കൂടുതൽ വരുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഓർത്തെടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ ഈ മാർജിൻ ഫ്രീ ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ പോയത് വീട്ടിലേക്കാണ്. വീട്ടിൽ ഒരു സാധനം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതായത് നമ്മൾ പാൽപാത്രം ഉണ്ടല്ലോ, പാൽപാത്രം എന്ന് പറഞ്ഞാൽ ചായ ഇടുന്ന പാത്രം അതെനിക്ക് വേണം. നമ്മൾ സാധാരണ ചായ ഇടുന്ന പാത്രങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റീൽ കടയിൽ പോയാൽ കിട്ടുവേ. പക്ഷെ അതൊക്കെ ചിലതൊക്കെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കുമ്പോൾ തന്നെ വീണ് പോകും. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ലൊരു പാൽപാത്രം അല്ലെങ്കിൽ ഈ ചായ തിളപ്പിക്കുന്ന പാത്രം വേണമെന്ന് പറഞ്ഞാൽ ചെറുത് മതി. കാര്യം എനിക്കതാ നല്ലത്. ഒന്നാമത് കൈയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ഹോക്കിൻസിൻ്റെ മേടിച്ചത്. 4 കപ്പ് ചായ ഇതിനകത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ബേസ് ഉണ്ടല്ലോ നല്ല സ്റ്റീലിൻ്റെ നല്ല കട്ടിയുണ്ട്, അതായത് ഇങ്ങനെ ഇരുന്നോളും. അതായത് വെറുതെ പാത്രം എടുത്ത് നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചാൽ ഇത് ഇരുന്നോളുവേ. പിന്നെ അടപ്പും ഉണ്ടായിരുന്നു, കുറേ തപ്പി പല ഈ സംഭവങ്ങൾ തപ്പിയായിരുന്നു. അങ്ങനെയാണ് ഇത് മേടിച്ചത്, ലിഡുള്ളത് മേടിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ പാൽ എപ്പോഴും അല്ലെങ്കിൽ ചൂട് ചായ ഉണ്ടാക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ എല്ലാം കളഞ്ഞു പോവേ. അപ്പോൾ ഇങ്ങനെ വക്ക് ഇച്ചിരി ഉള്ളതാണ്, അതായത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കളയാത്ത രീതിയിലുള്ള വക്കാണ് ഞാൻ തപ്പി നടന്നത്. അത് കറക്റ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒത്ത് നല്ല ഞാനിങ്ങനെ ചായ ഇട്ട് നോക്കിയിട്ടോ. അപ്പോൾ ഇതിനകത്ത് 4 കപ്പ് കറക്റ്റായിട്ട് ഇടാം. നല്ല രീതിയിൽ എനിക്ക് പിടിക്കാനും പറ്റും. ഹാൻഡിലുണ്ടല്ലോ, എനിക്ക് മറ്റേ സ്റ്റീൽ ഹാൻഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഓൺലൈനിൽ. ഇത് ഏകദേശം ഒരു 1000 രൂപയാണ് ഇതിനകത്ത് അല്ലാതെ എഴുതിയിരിക്കുന്നത്. ഓൺലൈനിൽ നമുക്ക് 900 സംതിങ്ങിനാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂട് ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ ഷെബീസിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആകെ കൂടെ ഇപ്പോൾ വിഷമത്തിലിരിക്കുകയാണ്. കൈയിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വരാം കേട്ടോ. നമ്മുടെ എണ്ണയുടെ സംഭവങ്ങളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ എണ്ണ ഉണ്ടാക്കാത്ത എൻ്റെ കൈ നല്ല വേദനയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.